ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ട്രെയിനിലാണ്. ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. എവിടെയാണ് പോകുന്നത്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോ കാണുമ്പോഴത്തേന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനുള്ള പോക്കാണ് ഇത്. നേരം വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൊടും തണുപ്പാണ്. നോർത്ത് സൈഡിലെല്ലാം ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. നമ്മുടെ കേരളത്തിലും ഭയങ്കര തണുപ്പാണ്. നമ്മുടെ ബോംബെയിലും നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പത്ത് ടൂ വീലറിൽ ഈ പോകുന്ന പോക്ക് ബോംബെയിലേക്ക് പോവുകയാണ്. ബോംബെയിലേക്ക് പോകുന്നത് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ആഗ്രഹം എന്നല്ല, ഇപ്പോൾ അതൊരു ആവശ്യവും കൂടിയാണ്. എന്താണെന്നല്ലേ, എൻ്റെ ഒരുപാട് കാലമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്നിട്ട് ചെറിയ വരുമാന മാർഗം കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അതിനായിട്ട് പല പല കാര്യങ്ങളും ചെയ്തു നോക്കി, പല പല കാര്യങ്ങളും സെർച്ച് ചെയ്തു നോക്കി. അങ്ങനെയാണ് ഞാൻ തയ്യൽ പഠിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഡ്രസ്സായാലും ചുരിദാറായാലും ബ്ലൗസായാലും ഒക്കെ തയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആർക്കും തയ്ച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്കില്ല. അതുകൊണ്ട് ആർക്കും തയ്ച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ഈ തുണിയുടെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ആലോചിച്ചും ഒരുപാട് സെർച്ച് ചെയ്തും ഒക്കെ കണ്ടുപിടിച്ചതാണ് ഒരു ചെറിയൊരു വീട്ടിലിരുന്നിട്ട് തന്നെയുള്ള തുണിയുടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കാലമായിട്ടേ ഇങ്ങനെ ആലോചിക്കുവാണ്. പക്ഷേ ഒരു പേടിയായിരുന്നു, തുടങ്ങണോ വേണ്ടയോ, തുടങ്ങിയാൽ ശരിയാവുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ചെയ്യാം എന്ന് വിചാരിച്ച് മനസ്സിലുറച്ച് വിചാരിച്ച് സാരിയുടെ ബിസിനസ് ചെയ്യാം. ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ. ഞാനപ്പോൾ ദിവസവും ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ ഈ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒക്കെ ഇങ്ങനെ നോക്കും. പലർക്കും ഞാൻ മെസ്സേജും അയക്കും. ചിലവരൊക്കെ റിപ്ലൈ തരും, ചിലവരൊന്നും റിപ്ലൈ തരത്തില്ല. റിപ്ലൈ ഒക്കെ തരാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അയ്യോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവർക്ക് മെസ്സേജ് അയച്ചണക്ക് അവരൊന്നും നമുക്ക് ഒരു റിപ്ലൈയും തന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ കരുതി ഞാനും തുടങ്ങും ഒരു ഓൺലൈൻ ബിസിനസ്. എന്നിട്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെ ഒരിക്കലും അങ്ങനെ റിപ്ലൈ കൊടുക്കാതെയൊന്നും ഇരിക്കത്തില്ല. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. അവരുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള എന്താണോ അവർക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള തുണി എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എത്തിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു മനസ്സിലൊക്കെ ഒരു വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. അതായത് വീട്ടിലിരുന്നിട്ടുള്ള ഒരു സാരി ബിസിനസ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ളതും നല്ല രീതിയിലും നിങ്ങളുടെ കയ്യിലേക്ക് എൻ്റെ കയ്യിലുള്ള തുണികൾ എത്തിച്ച് തരും എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുകയാണ്. അതാണ് എനിക്കുള്ള ഒരു ആഗ്രഹവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് ഞാൻ മെസ്സേജൊക്കെ അയച്ചണക്കെ പലരും എനിക്ക് തിരിച്ചൊരു റിപ്ലൈയും തന്നിട്ടില്ല. ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആരെയും ഞാൻ അങ്ങനെ വിഷമിപ്പിക്കത്തില്ല. അത് ഞാൻ പ്രോമിസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ മുംബൈയിലേക്കാണ് തുണിയുടെ എടുക്കാനായിട്ട് പോകുന്നത്. ഞങ്ങൾ കടയിലെത്തിയിട്ട് തുണികളൊക്കെ സെലക്ട് ചെയ്യുകയാണ്. പക്ഷേ ഈ തുണികളൊക്കെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഒരു ബിസിനസ്സുകാരും ഇന്നേ വരെയും യൂട്യൂബിലിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരുടെയും ഓൺലൈൻ ബിസിനസ്സുകാരുടെ വീഡിയോ കാണുന്നവർ ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഞാൻ പോയി തുണി മേടിക്കുന്നതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്കൊന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നുമില്ല. എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഓപ്പണായിട്ട് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തുണി പർച്ചേസ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഒരു യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവരോ ഈ ഒരു വീഡിയോ കാണിക്കില്ല. അതായത് തുണി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കാണിക്കില്ല. അവർ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറയും, പക്ഷേ കാണിക്കില്ല. ഞാൻ പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അങ്ങനെ അതിൻ്റെ തുണി അതായത് സാരിയാണ് സെലക്ട് ചെയ്യുന്നത്. സാരി നോക്കി ഡിസൈൻസൊക്കെ നോക്കി ക്വാളിറ്റിയൊക്കെ നോക്കി അങ്ങനെ ഞാനും ഏട്ടനും കൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾസെയിൽ കടയാണ്. ഈ കട നമുക്ക് അറിയാവുന്നവരാണ്. അത് നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വിശ്വാസമാണ്. അതിപ്പം എന്നെ വിശ്വസിച്ചിട്ടായിരിക്കും എനിക്ക് ആൾക്കാർ ഓർഡർ തരുന്നത്. അതേ കണക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ ഡീലർ എടുത്ത് ചെല്ലുമ്പോൾ നമ്മളും അവരെ വിശ്വസിച്ചിട്ടാണ് തുണി മേടിക്കുന്നത്. അപ്പോൾ പല ഓൺലൈൻ വീഡിയോസിലും ഓൺലൈൻ ബിസിനസ്സിൻ്റെ ആൾക്കാരുടെ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഹോൾസെയിൽ ബിസിനസ്സുകാരെ ചതിച്ചു, അവർ നമ്മൾ പോയി കണ്ട് സെലക്ട് ചെയ്യുന്ന തുണിയല്ല നമുക്ക് അയച്ചു തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു. പക്ഷേ
ഞങ്ങളിപ്പോൾ ഈ പോയിരിക്കുന്ന ഹോൾസെയിൽ ബിസിനസ്സുകാർ ഞങ്ങൾക്ക് നന്നായിട്ട് പരിചയമുള്ള ആൾക്കാർ, അതായത് കുറേ നാൾ കൊണ്ടേ പരിചയമുള്ള ആൾക്കാർ, അവർ ഹോൾസെയിലായിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരെ നമുക്ക് നന്നായിട്ട് പരിചയമുണ്ട്, അവർ നമ്മളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ചതിക്കില്ല, കാരണം ചതിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ നല്ലൊരു റിലേഷനുണ്ട്, നമുക്ക് ചോദിക്കാമല്ലോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാമല്ലോ, അതുകൊണ്ട് നമ്മളെ അങ്ങനെ ചതിക്കില്ല. അതാണ് എനിക്ക് ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കിട്ടിയത്. ഒരു സാധനങ്ങൾ, അതായത് ഹോൾസെയിൽ നിന്നും നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്, അത് ഒരു പ്രശ്നവും ഇല്ലാതെ. അതൊരു നല്ലൊരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഹോൾസെയിൽ കട നടത്തുന്ന അവരും നമ്മളോട് നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങളിങ്ങനെ തുടങ്ങൂ, ചെറിയ രീതിയിലായാലും നിങ്ങൾ തുടങ്ങൂ, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇൻ ദ സെൻസ് ഞങ്ങൾ നിങ്ങൾക്ക് തുണി സപ്ലൈ ചെയ്യാം ഹോൾസെയിൽ റേറ്റിൽ, അപ്പം നിങ്ങളത് ബിസിനസ് തുടങ്ങൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്നാലും ഒരു പേടിയായിരുന്നു, തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നൊക്കെയുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. കാരണം നമ്മളത്ര വലിയ പൈസക്കാരൊന്നും അല്ലല്ലോ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വേസ്റ്റായി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഏട്ടനും എന്നോട് നല്ല കോൺഫിഡൻറ്റിൽ പറഞ്ഞു, നീ വീട്ടിലിരുന്ന് ചെയ്യൂ, നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ എന്തു ആയാലും തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം മാക്സിമം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഞങ്ങൾ തുണിയെടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ കടയിൽ ചെന്നപ്പോൾ എൻ്റെ ദൈവമേ, ആദ്യം അവർ വളരെ കുറച്ച് തുണികളൊക്കെയാണ് ഇട്ടത് കേട്ടോ. അന്നേരം നമുക്ക് ഇങ്ങനെതായി. പിന്നെ ആയപ്പോൾ അവർ എന്തുമാത്രം സാരികളാണ് എടുത്ത് വെച്ചതെന്നറിയോ. അപ്പം നമുക്കങ്ങ് കൺഫ്യൂഷനായി, ഏതെടുക്കണ്ട എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇരുന്ന് തെരഞ്ഞ് തപ്പി ഇരിക്കുവാണിത്. അങ്ങനെ കുറച്ച് സാരികളൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഓരോരോ സാരികളെ എടുത്ത് വെച്ചിട്ട് അവർ നമുക്ക് ആ സാരിയുടെ ഡീറ്റെയിൽ പറഞ്ഞു തരും. ഇത് ഇന്ന സാരിയാണ്, ഇത് ഇന്ന മെറ്റീരിയലാണ്, ഇത് ഇന്ന വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ എല്ലാമൊന്നും നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല, കുറച്ചൊക്കെ എനിക്ക് ഓർമ്മ നിൽപ്പുണ്ട്. അപ്പം കടയിലുള്ള അവർ തന്നെ പറഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമല്ലേ, പതുക്കെ നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മ നിൽക്കത്തുള്ളൂ, പതുക്കെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ എന്ന്. ഞാനിത് തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് സെർച്ച് ചെയ്തു, തുണികളെക്കുറിച്ചും സാരിയെക്കുറിച്ചും പുതിയ ട്രെൻഡിങ്ങിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് സെർച്ചിങ് ആയിരുന്നു. ഇപ്പോൾ ഒരു കുറേ ദിവസം കൊണ്ടേ എൻ്റെ പണി ഇത് തന്നെയാണ്. ഓൺലൈനിൽ ഇങ്ങനെ സാരി വിൽക്കുന്നവരെങ്ങനെ വിൽക്കുന്നത്, എന്തായതാന്നൊക്കെ ഉള്ള സെർച്ചിങ്ങിലായിരുന്നു ഞാൻ. എനിക്ക് ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സെറ്റ് സാരിയുടെ കണക്കുള്ള ഒരു സാരിയല്ലേ, ഇതിനകത്ത് കറുത്ത ബോർഡറുള്ള. ഇപ്പം നമ്മുടെ നാട്ടിലും കറുത്ത ഇങ്ങനെ വർക്കൊക്കെ ഉള്ള സെറ്റ് സാരി ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയല്ലേ, അത് കണക്കിരിക്കുന്നു. പക്ഷെ നമ്മുടെ സെറ്റ് സാരിയല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാരികളെല്ലാം വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് നിവർത്തി ഇത് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ പിന്നെ വർക്കും ഒക്കെ നന്നായിട്ട് കാണിച്ചു തരാം. വാട്സപ്പിലൂടെ ഞാൻ ഓർഡർ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓരോരോ വീഡിയോയിലും ഞാൻ സാരി പരിചയപ്പെടുത്തുന്ന ഓരോരോ വീഡിയോയിലും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ സാരിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളത് എനിക്ക് അയച്ചു തന്നാൽ മതി. ഈ സാരിയിലല്ല, ഇതിപ്പം ജസ്റ്റ് ഞാനിങ്ങനെ ഞാൻ പോയതും വന്നതും ഒക്കെ കാണിച്ചു തരുവാണ്. ഞാൻ ഓരോരോ സാരിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓരോരോ സാരിയും ഞാൻ നിവർത്തി അതിൻ്റെതെല്ലാം കാണിച്ചു തരാം. വർക്കും ക്വാളിറ്റിയും ക്വാളിറ്റിയും അതേ കണക്ക് അതിൻ്റെ തുണിയുടെ എന്ത് മെറ്റീരിയലാണെന്നുള്ളതും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവരുടെയും ഒരു എന്താ പറയുന്നത് ഒരു അനുഗ്രഹം വേണം. അതേ കണക്ക് തന്നെ അതിലുപരി ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് സപ്പോർട്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയൂ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ആദ്യത്തെ ഓർഡറിലൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വയ്ക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ തൊട്ട് എല്ലാവരും ഓർഡർ ചെയ്യാനൊക്കെ തുടങ്ങിക്കോളൂ. ഇത് നല്ലൊരു സാരിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിന് അവർ എന്താ പറയുന്നത്, മൽമൽ കോട്ടൺ സാരിയായത്. അതായത് നമ്മുടെ ശരീരത്ത് ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അങ്ങനെ സാരി ഉടുത്തുന്നൊരു ഫീലേ തോന്നത്തില്ല, അത് കണക്കുള്ള ഒരു സാരിയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇനി അടുത്ത സാരി, ഈ സാരിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുകയേ വേണ്ട. അയ്യോ, അല്ല വെൽവെറ്റ് സാരിയൊക്കെ ഉണ്ടല്ലോ, അതേ കണക്കുള്ള സാരി. അതിൻ്റെ കളേഴ്സോ സൂപ്പർ കളറായിരുന്നു, നല്ല ഭംഗിയുള്ള, തൊടുമ്പോൾ നല്ല ഒരു ഫീൽ, അതായത് സോഫ്റ്റ് നല്ല പഞ്ഞിയിലൊക്കെ തൊടത്തില്ലേ, അതേ കണക്കുള്ള ഒരു സാരി ആയിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഏകദേശമൊക്കെ കാര്യം പിടിയിട്ടുണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഞാനൊരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്, ഒരു സാരി ബിസിനസ്.
കുറച്ച് സാരി പർച്ചേസ് ചെയ്യാനായിട്ട് വന്നതാണ്. അതിൻ്റെ സെലക്ഷൻ സാരി എടുക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ്. ബോംബെയിലെ ഒരു ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇതെല്ലാം ഹോൾസെയിൽ മാർക്കറ്റാണ്. അതുകൊണ്ട് ആൾക്കാർ കണ്ടോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇതും കൊണ്ട് നടക്കുന്നത്. ഹോൾസെയിൽ മാർക്കറ്റായി. ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ ഒരു തിരക്കുമില്ലായിരുന്നു. ഇവിടുത്തെ മാർക്കറ്റെല്ലാം ചാലു ആവുന്നത് 11:30-12 മണിയൊക്കെ ആയതിനു ശേഷം. ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റെല്ലാം ചാലുവായി. ഈ ഒരു ഏരിയയിലോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഏട്ടൻ പറയുമായിരുന്നു നമ്മുടെ മുംബൈയുടെ ഹൃദയഭാഗമാണ് ഇവിടെ. അതായത് വ്യാപാരി വ്യവസായികളുടെ ഏരിയ ആണ്. ഇവിടെയാണ് എല്ലാം ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കിട്ടുന്നതെന്ന്. പിന്നെ ഇവിടെ ഈ ഒരു കടയിൽ വന്നതായിട്ട് ഏട്ടൻ എന്തൊക്കെയോ മേടിക്കാനായിട്ട് വന്നത്. ഇതെല്ലാം ഹോൾസെയിൽ സാധനങ്ങൾ കിട്ടുന്നത്. ഇതെന്താണെന്നറിയോ, നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റാണ്. ഹോട്ടലുകളിലും കല്യാണത്തിനും ഒക്കെ ഇങ്ങനെ ഇതിനകത്ത് നന്നായിട്ട് ഫ്രൂട്ട്സ് നിറച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വിൽക്കും. ഫ്രൂട്ട് ബാസ്ക്കറ്റ് കിട്ടുന്ന ഏരിയ ആണ്. ഇവിടെ ഈ കടകളിൽ എല്ലാ സ്ഥലത്തും ഹോൾസെയിലായിട്ടേ സാധനങ്ങൾ കിട്ടൂ. നമ്മൾ ഏതെങ്കിലും ഒരു സാധനമോ റീറ്റെയിലൊക്കെ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് തരില്ല. ഒരു ഡസൻ അങ്ങനെയൊക്കെ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കണം. അങ്ങനെയുള്ളതാണ്. ഇതൊരു ചോക്ലേറ്റിൻ്റെ കടയാണ്. ഈ ചോക്ലേറ്റിൻ്റെ കടയിലും അതേ കണക്ക് തന്നെ ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കണം. ദൂരം ചോക്ലേറ്റ് ആയിരുന്നെന്ന് അറിയാമോ? ഞാൻ മനുഷ്യനോട് പറഞ്ഞാൽ നമുക്ക് മേടിക്കാം. അവൻ പറയുമായിരുന്നു നമ്മൾ ഇത്രയും പാക്കറ്റ് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് എന്തോ ചെയ്യാനാ. അതായത് ബൾക്കിനെടുത്തല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു പാക്കറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങനെ സാരിയൊക്കെ ചൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ ചെന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ഒരു സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സാരിയൊക്കെ കാണിച്ചു തരാം. നല്ല നല്ല സാരികൾ മേടിച്ചിട്ടുണ്ട്. സാരികളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ്. നോർത്ത് സൈഡിലൊക്കെ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിലും ബോംബെയിൽ നല്ല ചൂടായിരുന്നു. അത് ഉച്ച സമയമായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. രാവിലെയും വൈകിട്ടൊക്കെ നല്ല തണുപ്പായിരിക്കും. ഞങ്ങളുടെ ലോണാവലയിൽ ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളങ്ങ് ഭയങ്കരമായിട്ട് ടയേർഡായി. കാരണം നമ്മൾ അവിടുത്തെ തണുപ്പിലല്ലേ കുറേ നാളുകൊണ്ടേ ഇങ്ങനെ ജീവിക്കുന്നത്. പെട്ടെന്ന് ഈ ചൂടിലേക്ക് വന്നപ്പോഴത്തേനും നമ്മൾ അതുപോലെ കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു. കുറച്ച് ഇങ്ങനെ നടന്ന് അലഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതും ഒരു മാർക്കറ്റിൽ കയറിയതാണ്. അയ്യോ, ഇവിടത്തെയും തിരക്ക് എന്തോരം തിരക്കായിരുന്നെന്നറിയോ. ഇതിങ്ങനെ വഴിയോര കച്ചവടക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് വളരെ കുറച്ച് തുച്ഛമായ പൈസയിൽ സാധനങ്ങളൊക്കെ കിട്ടും. ഒരുപാട് ഇവിടെ ഞാൻ കണ്ടത് കുഞ്ഞുങ്ങളുടെ ടോയ്സ്, കുഞ്ഞുങ്ങളുടെ തുണികൾ എല്ലാം കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന തൊട്ട് അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും കിട്ടുമെന്ന് പറയില്ലേ, ആ ഒരു മാർക്കറ്റാണിത്. എല്ലാ സാധനവും കിട്ടും. ഏത് വേണമെങ്കിലും കിച്ചൺ ഐറ്റോ തുണിത്തരങ്ങളോ അങ്ങനെയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കിട്ടും. എല്ലാ സാധനവും ഹോൾസെയിലായിട്ടാണ്. ഇവിടെ റീറ്റെയിലായിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു സാധനമൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല. ഇതുണ്ടോ അങ്ങനെ കിടക്കുമോ, എന്താ തിരക്ക്. എല്ലായിടും ഇതിനൊക്കെയുള്ള വലിയ വലിയ വണ്ടികളാണ് ഇരിക്കുന്നത്. ഹോൾസെയിലിൽ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വിൽക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകാനായിട്ട് ട്രെയിനിൽ കയറിയിരിക്കുവാണ്. മടുത്ത് അയ്യോ ഒന്നും പറയണ്ട. എല്ലാവരും ഒരു പരുവായി. ധനുഷ് എന്നെ വഴക്ക് പറയായിരുന്നു. ഞാൻ വരണ്ടായിരുന്നു, അമ്മയും അച്ഛനും കൂടെ വന്നാൽ മതിയായിരുന്നു. എൻ്റെ ഉപ്പാട് വന്ന് നടന്നും അതായത് ചൂടിലും ഞാൻ ഒരുപാട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യും, എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി തുടങ്ങുന്നതാണ്. എല്ലാവരും